നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഈ ചടങ്ങിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സണ്ണിച്ചേട്ടൻ, അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അനിതേച്ചി, ട്രഷറർ ശ്രീ സുമേഷ്, അതുപോലെ ബഷീർക്ക, സർവാധികാരിയായ അയ്യപ്പേട്ടൻ, ഷൺമുഖേട്ടൻ, പിന്നെ ഏറ്റവും നമുക്ക് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീമതി ശ്രീ കുമാരി അനഘ ജി വിഷ്ണുപ്രിയയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ചടങ്ങിലേക്ക് സംബന്ധിക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ SRA കുടുംബാംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം അറിയിക്കുന്നു. പുതുവർഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായി ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ വാർഡ് കൗൺസിലർ അനഘ, ബഷീർജി, അയ്യപ്പനും മറ്റ് കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരും നമസ്കാരം. SRAയുടെ ചാർജ് എടുത്ത് ഞങ്ങൾ തുടങ്ങിയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓരോ വർഷമാണ് നമ്മൾക്ക് ഭരണസമിതി എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലും അത്ര നല്ല ഉഷാറായിട്ടൊന്നും പരിപാടികൾ നടന്നില്ല എങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞു പോയി. ഞങ്ങൾ അങ്ങനെയല്ല തിരിഞ്ഞേക്ക് ഫോട്ടോല് അവിടെ നമ്മുടെ വാർഡിൽ ഈ വർഷം വിജയികളായ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരായ SSLC +2 വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകൾ നൽകുകൊണ്ട് നമുക്ക് ഈ യോഗം തുടങ്ങാം. യോഗത്തിൻ്റെ അധ്യക്ഷൻ റെസിഡൻസ് അസോസിയേഷനുള്ള ഒരു വാർഡ് നമ്മുടെ വാർഡായിരിക്കും. നമ്മുടെ വാർഡിൽ 4ലധികം റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും സംഘടനയോട് പറയട്ടെ, വേണ്ടുന്ന രീതിയിൽ നമ്മുടെ പ്രദേശത്തിന് വേണ്ടുന്ന ഉന്നതത്തിനായിട്ട് ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ പ്രവർത്തിക്കണം. 30-ന് SRAയുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുത്തു. മെയ് 18-ന് ശ്രീ കുര്യക്കോസിന്റെ വസതിയിൽ വെച്ച് SRAയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിബു ആൽപ്പൻ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് CS സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ശ്രീമതി പ്രീതി ബാബു മുഖ്യ അതിഥിയായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാജു KK രാസലഹരിക്കെതിരെ ക്ലാസ് നയിച്ചു. നല്ലൊരു ക്ലാസ്സായിരുന്നു. 29/6/2025 ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷനായി സ്ഥാനക്കയറ്റം കിട്ടിയ നമ്മുടെ അസോസിയേഷനിലെ മെമ്പറായ ശ്രീ മനോജ് KK അവരുടെ ആദരിച്ചു. SRA കുടുംബാംഗങ്ങളിലെ SSLC +2 പാസ്സായ എല്ലാ കുട്ടികളെയും ആദരിച്ചു. കൗൺസിലർ ശ്രീമതി പ്രീതി ബാബു ആശംസകൾ നേർന്നു. ആഗസ്റ്റ് 15 സിത്താര നഗറിൽ പ്രസിഡന്റ് ശ്രീ സണ്ണി ദേശീയ പതാക ഉയർത്തി വെടി വിതരണം നടത്തിയും ഓഗസ്റ്റ് 15 സന്ദേശം നൽകി. ഓഗസ്റ്റ് 30 പൂക്കള മത്സരം നടത്തുകയും ഓണാഘോഷ പരിപാടികളോടുകൂടി പൂക്കള മത്സരം നടത്തുകയും 4 പേർക്ക് ക്യാഷ് അവാർഡുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓഗസ്റ്റ് 31 കമ്മ്യൂണിറ്റി ഹാളിൽ വിവിധ കലാപരിപാടികൾ നടന്നു. പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനദാനം നൽകി ശേഷം ഓണസദ്യയും നടന്നു. ഈ ഒരു വർഷത്തിനിടയിൽ 8 തവണത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടക്കുകയും 6 തവണ പൊതുയോഗവും 1 തവണ ലാസ്റ്റ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന യോഗം ഏകോസന്റെ വീട്ടിൽ കൂടിയില്ലായി. 2000 രൂപയിൽ കൂടുതൽ പൈസയിൽ കുടിശ്ശികയുള്ള 2025 ഡിസംബർ 31 വരെയുള്ള വ്യക്തികളുള്ള 22 പേർക്ക് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ട് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് പൈസ തന്നിട്ടുണ്ട്. തവണകളായി തരാമെന്ന് പറഞ്ഞവർക്കും നോട്ടീസ് അയച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് ചർച്ചയ്ക്കും അംഗീകാരത്തിനും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി. എന്തെങ്കിലും നിങ്ങളോട് പറയാൻ കൈയടിച്ച് പാസ്. എല്ലാവർക്കും നമസ്കാരം. 2025-2026 വർഷത്തിലെ ആരോഗ്യ സ്റ്റേറ്റ്മെന്റ് 30/3/2025 നീക്കിയിരിക്കും. അതായത് അംഗാംഗമായി തുടങ്ങുന്നതിൻ്റെ സമയത്ത് ബാങ്കിലെ നീക്കിയിരിപ്പ് 53,770 രൂപയാണ്. രണ്ടാമത് ബോർഡിൽ പരസ്യം ഫോണിൽ 5,000 രൂപ നമ്മുടെ ലഭിച്ചേണ്ട സംഭാവനയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് കാര്യക്കുന്ന ആൾ 500 രൂപ ഉണ്ടായിരുന്നു. പിന്നെ നോട്ടീസ് പ്രിന്റിംഗ് ചാർജ് ശ്രീ സുബ്രഹ്മണ്യൻ 1,800, ശ്രീ ബഷീർ 900, മിത്ര ജ്വല്ലറി 900. ഓണം സ്പെഷ്യൽ പിരിവ് 20,800 രൂപ. പുതിയ അഡ്മിഷൻ ഫീ ആയിട്ട് 3 പേര് ചേർന്നുണ്ട് 1,800 രൂപ. പൂക്കൾ മത്സരം രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 400 രൂപ. പരിസംഖ്യ പിരിവ് 82,250 രൂപ. ആകെ 1,67,720 രൂപ ചെലവ്. ഫസ്റ്റത്തെ ചെലവായിട്ട് ഉദ്ഘാടനമാണ്, അത് 6,030 രൂപ. പ്രധാനപ്പെട്ട എല്ലാ മനുഷ്യരും നമ്മുടെ സർവ്വതൊന്നും ഞാൻ ഒരു വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 6 മാസം ശരിക്കും ഇവിടെ പ്രവർത്തനം നടക്കുള്ളൂ. 6 മാസം പനിയായിരുന്നു. പനിയൊന്ന് പിടിച്ചാൽ വരുത്തുക, ഇഷ്ടമുള്ള രീതിയിലുള്ള പ്രവർത്തിക്കുകയായിരുന്നു. വളരെയധികം ഈ അസാമിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഒരാളാണ് TK ഇഷ്ടം. അദ്ദേഹം ഒറ്റയ്ക്ക് പോയി എല്ലാ വീടുകളും കയറി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആരായാലും ശരി, നമ്മളെന്ത് നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ ശ്രമിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. സംഘടന ശക്തമായാലും നമ്മൾ ശക്തമാവുള്ളൂ. സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരും മാത്രം തലയിലാണ് വെക്കുന്നത്. എല്ലാവരും നമ്മൾ ഓരോ അംഗങ്ങളും ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നമ്മളെന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യും. നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വാർഷിക വരുമ്പോഴേക്കും നമ്മൾ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങുകളിൽ വരുമ്പോൾ നല്ല അഭിപ്രായമുണ്ട്. അതായത് തെറ്റുകളെ മുഖം നോക്കാതെ തന്നെ പറയുകയും വിമർശനങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാര്യത്തിന് വേണ്ടിയിട്ടുണ്ട്, നന്നാവാൻ വേണ്ടിയിട്ടുണ്ട്, നമ്മുടെ സംഘടന നന്നാവാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം 2 വാക്ക് പറയുന്നത് ഡേവിഡിനോട് ചോദിക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞമാതിരിയുള്ള പ്രവർത്തനത്തിനൊന്നും ഇന്നേ വരെ എനിക്ക് സാധിക്കപ്പെട്ടില്ല. പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം കണക്കി വെച്ച് അറിഞ്ഞു വെച്ചിട്ടൊരു കാലത്ത് ഇതിനാവാൻ വേണ്ടി സമയമില്ലാത്തത് ഒരു കാര്യം, ആരോഗ്യസ്ഥിതി മോശമായിട്ട് വേറൊരു കാര്യം. അതിന് വേണ്ടിയാണ് ഞാൻ പിന്നാക്കം അടിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ചെയ്യുന്നൊരു തൊഴിലിന് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് അത് കളഞ്ഞു പോരാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ എപ്പോഴും ഞാൻ എല്ലാ യോഗങ്ങളും വിളിച്ചാലും പങ്കെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഈ അസോസിയേഷനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ഇവിടെ പല കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ മുന്നിലായിരുന്നപ്പോൾ നമ്മുടെ സെക്രട്ടറി ശിവചേട്ടൻ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തില്ല, സ്ഥലത്ത് സുഖമില്ലാത്തതുകൊണ്ട് വന്നിട്ടില്ല.
പിന്നെ സംഘടനയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംഘടന എന്ന് പറഞ്ഞൊരു ഇങ്ങനൊരു അസോസിയേഷൻ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരുടെ ഒരു പ്രവർത്തനങ്ങൾ ഭാഗങ്ങളില്ല. ഇപ്പോൾ പല പല അസോസിയേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ടൂർ പോണത്, പിന്നെ അതുപോലെ തന്നെ ഈ നിരാലംബരായ വ്യക്തികളെ സഹായിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ പലതും നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ അതൊന്നും നമ്മളോട് നടപ്പിലാക്കില്ല. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് സ്വല്പം പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാഫ് പ്രസിഡന്റ്, സെക്രട്ടറി, കാർഡിവാൾ സെക്രട്ടറി, എസ്ആറിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പക്ഷേ എസ്ആറിന് വേണ്ടി അങ്ങനെ പ്രവർത്തനം ഞാൻ അത് ചെയ്തിട്ടില്ല. ലഭിച്ചമായി വെള്ളം വിളിക്കുമ്പോൾ എസ്ആറിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പങ്കെടുക്കുകയും മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കുകയും എസ്ആറുടേതായ ഒരു ഫ്യൂച്ചർ പ്രവർത്തനത്തിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് അല്ല, നമ്മുടെ മാസം പരിസ്ഥിതിക്ക് മാത്രം തന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിനടുത്ത് പോകണോ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു വർഷം സെഞ്ചറിയില്ല, അതിന് മുമ്പ് സെഞ്ചറിൻ്റെ ഇതുണ്ടായിരുന്നു. ഇതൊന്നും എസ്ആറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു 10% പോലും എസ്ആർ പ്രവർത്തിച്ചു. പൊതുയോഗത്തിന്റെ നിർദ്ദേശപ്രകാരം 2025-26 വർഷത്തെ സിത്താര റെസിഡൻസ് അസോസിയേഷന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് ശ്രീ രവിചേട്ടനെയും ശ്രീ ബഷീറിനെയും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമസ്കാരം. ചേട്ടൻ ചോദിച്ചമാതിരി കണക്ക് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പൊതുയോഗത്തിൽ അത് നോട്ടീസ് അടിച്ച് എല്ലാവരും കയ്യിൽ കൊടുക്കുന്നത് തരുന്നതാണ്. അത് ഈ പ്രാവശ്യം ചെയ്യാമായിരുന്നു. പക്ഷേ സെക്രട്ടറിക്ക് അങ്ങനെ പറ്റിയതിൻ്റെ പേരിൽ നമ്മൾ പുള്ളിയെടുത്ത് ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ ഒരു 50 രൂപ ഒതുക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു, എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി തുടർന്ന പ്രവർത്തനത്തിലും എൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ ഞാൻ സഹായിക്കുന്നു. ഓഡിറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും നമ്മുടെ ഇതിലുണ്ട്. ആകെ ഇനിയുള്ളത് ഇപ്പോൾ പ്രധാന ചെലവുകൾ മാത്രം കേട്ടി കഴിഞ്ഞാൽ നമുക്ക് 1000 വഴിയും തരാം. നമ്മുടെ രണ്ടുപേരും കൈമാറും. അവർ ഓഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതെല്ലാം നല്ല രീതിയിലായിരുന്നു. ഇതിൻ്റെ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുയോഗത്തിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മളെ അറിയിക്കണം. നമ്മൾ അതിനുവേണ്ടി എല്ലാം ഒരുക്കിയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടായി കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതിനായി ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് അധികം സമയം പ്രവർത്തിക്കണമെന്നില്ല. ഒരു ജോലി, ചെറിയൊരു ജോലിക്ക് അതുപോലെ പോകണം. രാവിലെ കഴിഞ്ഞ് വൈകിട്ട് വരുള്ളൂ. പിന്നെ ഞായറാഴ്ച ദിവസം ഉണ്ട്. ഞായറാഴ്ച എന്തായാലും അങ്ങനത്തെ അസുഖം അംഗമായിട്ട് കൊണ്ട് തീരുമാനിച്ചത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും. എല്ലാവരും ഇതായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിലൂടെ ഈ യോഗം പിന്നെ അധ്യക്ഷ വഹിച്ച സമീചേട്ടന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മുടെ മഹാമേളത്തിന് നന്ദി പ്രകാശിച്ചു വന്നു. അടുത്തതായി ട്രഷറായിരുന്ന സുഭാഷിന് അവർക്ക് നന്ദി പ്രകാശിച്ചു വന്നു. ബാക്കിയോടൊപ്പം ഇരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ പുതിയതായിട്ട് വന്ന കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി പ്രകാശിച്ചു പോകുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എസ്ആർഐയുടെ നല്ല അംഗങ്ങളായ ചില തട്ടങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ സ്വാഭാവികമായ ദിവസം തന്നെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ കാര്യങ്ങൾ നടക്കില്ല. അപ്പം അതെല്ലാവരും സാധിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാവർക്കും പരിചയപ്പെടുന്ന നമസ്കാരം. അതിലേക്ക് ഒരു നിർദ്ദേശം എല്ലാവരിൽ നിന്നും